കൂട്ടുകാരെ, ഇന്നൊരു റവ കിച്ചടി അല്ലെങ്കിൽ റവ ഉപ്പുമാവ് അതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കണേ. വെളിച്ചെണ്ണ ആവശ്യത്തിന്. എന്നിട്ട് അതിലേക്ക് വേണ്ട സാധനങ്ങൾ: കടുക്, കടലപ്പരിപ്പ്, ഉഴുന്ന്, പിന്നെ നമ്മുടെ കയ്യിലുള്ള പച്ചക്കറികൾ: ഉള്ളി, ക്യാരറ്റ്, പച്ചമുളക്, ഇഞ്ചി, കരിവേപ്പില, ഉരുളൻകിഴങ്ങ്, തക്കാളി. തക്കാളിയൊക്കെ ഓപ്ഷണലാണ്. പുളിയുള്ളതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല, ഞാൻ എടുത്തു എന്ന് മാത്രം. അപ്പോൾ ഇത്രയും ഈ എല്ലാ പച്ചക്കറികളും വേണമെന്നില്ല. നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. എണ്ണ മൂത്ത് നമുക്ക് കടുകിടാം. നമുക്ക് കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. കടലപ്പരിപ്പൊക്കെ ഓപ്ഷണലാണ്. എന്താണ് നമ്മുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ അത് വെച്ചുണ്ടാക്കാം. എൻ്റെ കയ്യിൽ ഇന്നിപ്പോൾ ഉണ്ട്, അതുകൊണ്ട് എടുക്കുമെന്ന് മാത്രം. ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഉഴുന്നും കൂടി ഇട്ട് കൊടുക്കാം. ഉഴുന്ന് പരിപ്പ്, വെള്ള ഉഴുന്നോ അല്ലെങ്കിൽ കറുത്ത ഉഴുന്നാണെങ്കിൽ എന്താണെങ്കിലും ഇടാം. കടലപ്പരിപ്പൊക്കെ നല്ലോണം ചുവന്ന് വന്നു. ഇപ്പോൾ നമുക്ക് ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പില ഒക്കെ ഇട്ട് കൊടുക്കാം. ഒരു 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം സൈസ് ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഒരു മീഡിയം സൈസ് ഉരുളൻകിഴങ്ങും, ഒരു തക്കാളി, ഒരു ക്യാരറ്റ്. വെജിറ്റബിൾസ് വഴറ്റുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിച്ച് വയ്ക്കണം. എത്ര റവയാണോ എടുത്തിരിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി വെള്ളം തിളപ്പിച്ച് വയ്ക്കുക. ഞാനിവിടെ 4 നാഴി റവയാണ് എടുത്തിരിക്കുന്നത്. അത് 8 ഗ്ലാസ് വെള്ളം ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് ആവശ്യാനുസരണം അത് ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് റവ വേവിച്ചെടുക്കാനായിട്ട്. കൂടിയിട്ടുള്ള വാസനയാണ്. ഉരുളൻകിഴങ്ങ്, ക്യാരറ്റ്, എല്ലാം കൂടി നന്നായി ഇളക്കുക. ഉള്ളിയും ഒക്കെ ഒരു ഇതായി. നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ നമ്മുടെ ആവശ്യാനുസരണം ഇട്ട് കൊടുക്കാം. റവ ഇട്ട് കൊടുക്കാം. വറുത്ത റവയാണ്, 4 ഗ്ലാസ് റവയാണ് എടുത്തിരിക്കുന്നത്.
നല്ലോണം ഇളക്കുക. ഒരു 10 മിനിറ്റ്, 10 മിനിറ്റിലെങ്കിലും ഒരു 6-7 മിനിറ്റെങ്കിലും നല്ലോണം ഇളക്കുക. കാരണം അതിൽ നമ്മുടെ ഉള്ളി, ഉരുളക്കിഴങ്ങും കരിവേപ്പിലയും എല്ലാം കൂടി റവയും കൂടി ഒരു യോജിപ്പ് വരണം. ഈ വറുക്കാത്ത റവയാണെങ്കിൽ ഒരു 10-20 മിനിറ്റെങ്കിലും നല്ലോണം ഇതിലിട്ടിട്ട് വറുക്കണം. വേറെ വറുത്തെടുക്കുകയാണെങ്കിൽ അങ്ങനെയാവാം, അല്ല ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് വറുക്കുകയാണെങ്കിൽ ഒരു 20 മിനിറ്റെങ്കിലും നന്നായി വറുക്കണം. സിമ്മിലിട്ടിട്ട് വേണം, അല്ലെങ്കിൽ കരിയും അടി പിടിക്കും. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ഒഴിക്കാം. കുറേശ്ശെ കൂട്ടുക, ഇതിനോട് ചേർക്കുക. കട്ട കുത്തരുത് ഒരിക്കലും, കട്ട കുത്താണ്ട് ഇളക്കിയെടുക്കണം. വെള്ളം ഒഴിക്കുക, ഒപ്പം നല്ലോണം ഇളക്കുക. നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഇടുന്നതല്ല, നല്ല ഉലർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് പാകത്തിന് വേവാവാനും ഇങ്ങനെയുള്ള രീതിയാണ് കൂടുതൽ നല്ലത്. വെള്ളം ഒഴിച്ചാൽ ചിലപ്പോൾ നമുക്കത് വെള്ളം കൂടുതലായി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ കട്ട കുത്തിയ പോലെയാവും. റവട ഓരോ തവണ വാങ്ങുമ്പോൾ റവട വേവ് ഒരുപോലെ ആവില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുറേശ്ശെ കുറേശ്ശെ കട്ട കുത്താണ്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഇന്ന് രാത്രി ഭക്ഷണം റവ ഉപ്പുമാവും പഴംനുറുക്കുമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.